പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായമാണ്. സ്നേഹത്തെ പറ്റിയാണ് ഇന്നത്തെ തിരുവചനം. നമുക്ക് ഭക്തിയോടെ തിരുവചനം ശ്രവിക്കാം. ഞാൻ വിശുദ്ധരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എന്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണമായി അറിയുന്നത് പോലെ ഞാനും പൂർണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തെക്കുറിച്ച് 2 വാക്ക് പറയാം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കേട്ട വചനഭാഗം ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം സ്നേഹമാണ്. നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ ദൈവം വീണ്ടും വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരാസ്പർശനത്തിലോട്ട് നമ്മളെ വലിച്ചടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും യൂദാസിനെ യേശു കൂടെ കൂട്ടി. ആ വലിയ സ്നേഹം നമ്മൾ കാണാതെ പോകരുത്. യേശുവിനെ പിടിക്കാനാക്കുവാൻ വന്ന പടയാളികളെ പത്രോസുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ പത്രോസ് പടയാളികളിൽ ഒരാളിന്റെ ചെവി ഛേദിച്ച് താഴെയിട്ടു. യേശു ആ ചെവി നിലത്തുനിന്നെടുത്ത് അയാൾക്ക് വെച്ചു കൊടുത്ത് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവത്തെ നമ്മൾ എവിടെ കാണും സഹോദരങ്ങൾ? അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് എന്നും കരുണയോടെ നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാം. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം. എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. ആ സ്നേഹത്തിൽ നിത്യം നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.